ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിന് തൊട്ട് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, ഈ ഒരു 4 ബ്രെഡിൻ്റെയും അരിക്കലുണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഈ 4 ഭാഗവും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വെക്കാം കേട്ടോ. അടുത്തായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കശുവണ്ടിപ്പരിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെറും നട്ട്സ് മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പിസ്ത എടുത്തിട്ട് ഇതുപോലെ തോട് കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് 3 ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് പൊടിയാക്കിയിട്ടൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, നമ്മൾക്ക് ഇതും കൂടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ 12 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ, നല്ലോണം മിക്സാക്കി കൊടുക്കുക. പാലൊക്കെ നല്ലോണം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നാൽ ആ ഒരു ടൈമിലുണ്ടല്ലോ, നമ്മൾ ബ്രെഡ് പൊടിച്ചതും കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ട കൂടാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നട്ട്സൊക്കെ പൊടിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിലുണ്ടല്ലോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഹൈ ഫ്ലെയിം ആകുമ്പോൾ ചിലപ്പോൾ എല്ലാതും കൂടി കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അതായത് നല്ല കട്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ പാലും ബ്രെഡും നട്ട്സും എല്ലാം കൂടി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലുണ്ടല്ലോ, ഇതെല്ലാം തണുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതെല്ലാം തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ലൂസാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഞാനിത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വീണ്ടും ഒരു 2 ബൗളിലേക്കും കൂടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 ബൗളിലേക്കാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രീസറിൽ ഒരു 4 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിത് പുറത്തെടുത്തിരിക്കുകയാണ്. എന്നിട്ടുണ്ടല്ലോ, ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം. എന്നിട്ടിത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റാവും. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിട്ടൊരു നട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പിസ്ത നമുക്കൊന്ന് പൊടിച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴോ അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള കേട്ടോ. വളരെ ടേസ്റ്റിയിൽ നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പോട്ടെ, ബൈ.